ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പോളറൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ അതിന് നമ്മൾ പോളറൈസേഷൻ പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുള്ള വേവുകളുടെ ടു ടൈപ്സ് ഓഫ് വേവ്സ് ആണ് നമ്മൾ പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ട്രാൻസ്വേഴ്സ് വേവ് ആകുമ്പോൾ വൈബ്രേഷൻസ് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണെങ്കിൽ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ലോഞ്ചിറ്റ്യൂഡൽ വേവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കംപ്രഷൻ വേവ്സ്. കംപ്രഷൻസ് ആൻഡ് റയർഫാക്ഷൻസ് ആണ് ലോഞ്ചിറ്റ്യൂഡൽ വേവിൽ ഉണ്ടാവുക. അതേസമയം ട്രാൻസ്വേഴ്സ് വേവിൽ ക്രസ്റ്റ് ആൻഡ് ട്രഫ് പീക്കുകളാണ് ഇതിലുണ്ടാവുക. ഇതിൽ കംപ്രഷൻസ് ആൻഡ് റയർഫാക്ഷൻസ് ആണ് ഉണ്ടാവുക. എക്സാമ്പിൾസ് ലൈറ്റ് വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, റിപ്പിൾസ് ഓൺ വാട്ടർ സർഫസ്. ലൈറ്റ് വേവ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഉള്ളിൽ തന്നെ പെടുന്ന ഒരു ഉപവിഭാഗം എന്ന് പറയാം, അല്ലേ? അപ്പോൾ ലൈറ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാം ട്രാൻസ്വേഴ്സ് വേവിൽ പെടുന്നതാണ്. പിന്നെ വാട്ടർ സർഫസിൽ ഉണ്ടാകുന്ന റിപ്പിൾസ്, ഓളങ്ങളൊക്കെ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ്. ലോഞ്ചിറ്റ്യൂഡൽ വേവിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് സൗണ്ട് വേവ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ടു ടൈപ്സ് ഓഫ് വേവ്സ് ആണ് നമ്മൾ പറഞ്ഞത്, ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ. ട്രാൻസ്വേഴ്സ് വേവിൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ്റെ സിമിലർ ഡയറക്ഷനിൽ സെയിം ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആയിരിക്കും. ഓക്കെ, ഈ ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെയും വേരിയേഷനാണ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടോ. ഇതാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പോൾ അവിടെ കണ്ടോ, പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിൽ വരുന്ന വേരിയേഷൻ. ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണെങ്കിൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെ വേരിയേഷൻ വരുന്നത്, അതെ, ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെയുള്ള പ്രൊപ്പഗേഷൻ കാണിക്കുന്നത്, വേരിയേഷൻ കാണിക്കുന്നത്. ഇതാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെയും ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും രണ്ട് പാർട്ട്. ഇനി നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിൻ്റെ മെയിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ പോളറൈസേഷനാണ് പറയുന്നത്. ഈ പോളറൈസേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവും രണ്ടായിട്ട് പഠിച്ചത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഒന്നുകൂടി പറഞ്ഞത്. അപ്പോൾ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ആണ് എന്ത്, പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നതാണ് വേവിൻ്റെ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിൽ വൈബ്രേഷൻസ് ഉണ്ടാവും. ജനറലി വൈബ്രേഷൻസ് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും വൈബ്രേറ്റ് ചെയ്യാം, അല്ലേ? അപ്പോൾ ഒരു യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ലാതെ ആണ് ഈ ഇതിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വേവ് ഈസ് ജനറലി നോൺ ആസ് അൺപോളറൈസ്ഡ് വേവ്. ഇതിലെ ഈ അൺപോളറൈസ്ഡ് വേവിൻ്റെ വൈബ്രേഷൻസിനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് കൺഫൈൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പോളറൈസേഷൻ ഇൻ ദ കേസ് ഓഫ് വേവ്സ്. ഓക്കെ, ഈ പോളറൈസേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ള സെൻറ്റൻസ് പ്രകാരം പറയുകയാണെങ്കിൽ ദ ആക്ഷൻ ഓഫ് റെസ്ട്രിക്റ്റിംഗ് ദ വൈബ്രേഷൻസ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഹോളി ഓർ പാർഷ്യലി ടു വൺ ഡയറക്ഷൻ. ഒരൊറ്റ ഡയറക്ഷനിലേക്ക് അതിൻ്റെ വൈബ്രേഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫിനോമിനയ്ക്കാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ രണ്ട് ടൈപ്പാണ് നമ്മൾ പറയുന്നത്, വെർട്ടിക്കൽ പോളറൈസേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ സെഡ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ വെർട്ടിക്കൽ പോളറൈസേഷനും ഹൊറിസോണ്ടൽ പോളറൈസേഷനും രണ്ടായിട്ട് നമ്മൾ പറയുന്നുണ്ട്. വെർട്ടിക്കൽ പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ഫ്ലക്ച്വേറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ. ഇതിൽ നമ്മൾ ആ റെഡ് ആയിട്ട് കാണിച്ചത് ശ്രദ്ധിക്കുക. ഇവിടെ സ്ട്രിങ്ങിൻ്റെ ഇവിടെ നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആണെന്നോ മാഗ്നറ്റിക് ഫീൽഡ് ആണോ എന്നൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. സാധാരണ ഒരു സ്ട്രിങ് മാത്രം, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് നമ്മൾ പറയുന്നില്ല, ഒരു സ്ട്രിങ്ങിലാണെങ്കിൽ ഈ എക്സ് ഡയറക്ഷൻ, അത് മുകളിലേക്കുള്ളതാണ് എക്സ്, ഇത് വൈ, ഇത് സെഡ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് സെഡ് ഡയറക്ഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് മുകളിലേക്കും താഴത്തേക്കും, ആ റെഡ് ആയിട്ട് കാണിക്കുന്നത് മുകളിലേക്കും താഴത്തേക്കും വരുന്നതാണ് എന്ത്, വരുന്ന രീതിയിലാണ് ഫ്ലക്ച്വേഷൻ എങ്കിൽ സ്ട്രിങ്ങിൻ്റെ ഫ്ലക്ച്വേഷൻ, സ്ട്രിങ് ആണ് നമ്മൾ പറയുന്നത്. ഇതിലുള്ള ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. സ്ട്രിങ് മുകളിലേക്കും താഴത്തേക്കുമാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ സച്ച് പോളറൈസേഷൻ, ആ ഡയറക്ഷനിലാണ് കൺഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ സച്ച് പോളറൈസേഷൻ ഈസ് നോൺ ആസ് വെർട്ടിക്കൽ പോളറൈസേഷൻ. അങ്ങനത്തെ പോളറൈസേഷൻ നമ്മൾ പറഞ്ഞു തരാണ് വെർട്ടിക്കൽ പോളറൈസേഷൻ. ഇനി ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സെഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. സെഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. അതിൽ മൂവ് ചെയ്യുമ്പോൾ ആ ബ്ലൂ ലൈൻസ് നോക്കുക. നമ്മൾ ആ ഡയറക്ഷനിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമായിട്ടാണ് എന്തുള്ളത്, അതിൻ്റെ
വൈബ്രേഷൻ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് വൈ ഡയറക്ഷൻ, വൈ പ്ലെയിനിലാണത്, YZ പ്ലെയിനിലാണത് വരുന്നത്. ആ YZ പ്ലെയിനിലുള്ള വൈബ്രേഷനാണ് എന്തായിട്ട് പറയുന്നത്, ഹൊറിസോണ്ടൽ. ആ YZ പ്ലെയിനിലാണ് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ഫ്ലക്ച്വേഷൻ കൺഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ സച്ച് പോളറൈസേഷൻ ഈസ് നോൺ ആസ് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ. റെഡ് ലൈനിൽ വരുന്നത് XZ പ്ലെയിൻ ആണ്. XZ പ്ലെയിൻ ആണെങ്കിൽ വെർട്ടിക്കൽ പോളറൈസേഷൻ ആണ്, ഇവിടെ വൈബ്രേഷൻ അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഹൊറിസോണ്ടൽ പോളറൈസേഷൻ ആണെങ്കിൽ വൈബ്രേഷൻ ലെഫ്റ്റ് റൈറ്റ് വേരിയേഷൻ ആണ് വരിക. സ്ട്രിങ്ങിൻ്റെ ഫ്ലക്ച്വേഷൻ അങ്ങനെയാണ് വരുന്നത്. സോ ഇതാണ് രണ്ട് തരം പോളറൈസേഷൻസ്. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മൾ സെഡ് ഡയറക്ഷന് മൂവ് ചെയ്യുകയാണെങ്കിൽ സെഡിന് പെർപെൻഡിക്കുലറാണ് എക്സ്, സെഡിന് പെർപെൻഡിക്കുലറാണ് വൈ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, രണ്ട് തരം പോളറൈസേഷൻ കിട്ടിയത്. XZ പ്ലെയിനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആണ്, ലൈക്ക് ദിസ്. ഇവിടെ ശ്രദ്ധിക്കാം, XZ പ്ലെയിൻ അല്ലേ, അപ്പ് ആൻഡ് ഡൗൺ ആണ് വൈബ്രേഷൻ വരുന്നത്. ആ പോളറൈസേഷൻ നമ്മൾ പറഞ്ഞ പേരാണ് വെർട്ടിക്കൽ പോളറൈസേഷൻ. അതേപോലെ സെഡിന് പെർപെൻഡിക്കുലർ ആണ് വൈ. അപ്പോൾ YZ പ്ലെയിനിലാണ് വൈബ്രേഷൻ വരുന്നതെങ്കിൽ, ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷനിലാണ് പോളറൈസേഷൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ഫ്ലക്ച്വേഷൻ കൺഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ തരം പോളറൈസേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ. ഇനി ഇതൊന്നുമല്ല, നമ്മൾ ജനറൽ ആയിട്ടൊരു ഡയറക്ഷൻ നമുക്കറിയില്ല, സെഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് XY പ്ലെയിനിൽ, നമുക്കറിയാതെ ഏതൊരു ഇതിലായിരിക്കാം, XY പ്ലെയിനിലായിട്ടാണ് ഈ വൈബ്രേഷൻ കൺഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതാണ് ഇവിടെ മൂന്നാമത്തെ ഫിഗറായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും എക്സ്പ്രഷൻസ് ആണ് നമ്മുടെ ഇക്വേഷൻ 934, 935 and 936 തരുന്നത്. FVZ, T. ഹിയർ കോംപ്ലക്സ് റെപ്രസെൻറ്റേഷൻ ആണ്. എഫിൻ്റെ മുകളിൽ കോംപ്ലക്സ് റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ ആണ്. FP of Z, T is equal to complex amplitude A e raised to I kz minus omega t into x cap. അപ്പോൾ ശ്രദ്ധിക്കുക, X ഡയറക്ഷനിലേക്കാണ്, +X - X ഡയറക്ഷനിലാണ് എന്തുള്ളത്, ഇതിലെ വൈബ്രേഷൻ അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ഫ്ലക്ച്വേഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ എക്സ് ക്യാപ്പ് വന്നത്. ഇനി ഇതിലെ രണ്ടാമത്തെ ഫിഗർ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ. ഇവിടെ FV എന്ന് കാണിച്ചത് വെർട്ടിക്കൽ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് FH of Z, T, കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ FH of Z, T. ഇവിടെ H എന്ന് കാണിക്കുന്നത് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്നാണ്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം Y ഡയറക്ഷനിലേക്കാണ് എന്ത് ഇതിൻ്റെ പ്രൊജക്ഷൻ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ Y ക്യാപ്പ് എന്ന് വരുന്നത്. ബാക്കി കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് A e raised to I kz minus omega t. ഇത് രണ്ട് വെർട്ടിക്കൽ ആണെങ്കിലും ഹൊറിസോണ്ടൽ ആണെങ്കിലും ഒക്കെ ഈ രണ്ട് എക്സ്പ്രഷനും സെയിം ആണ്. വെർട്ടിക്കൽ പോളറൈസേഷൻ അപ്പ് ആൻഡ് ഡൗൺ ആണ്. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻ X ഡയറക്ഷൻ, ദാറ്റ് ഇസ് വൈ X ക്യാപ്പ്. ഇവിടെ Y ഡയറക്ഷൻ ആണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഇവിടെ Y ക്യാപ്പ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി എനി അതർ ഡയറക്ഷൻ നമുക്ക് ജനറൽ ആയിട്ട് കാണിച്ചു ഈ ഫിഗർ, മൂന്നാമത്തെ ഫിഗർ അല്ല. എനി അതർ ഡയറക്ഷനിലുള്ള വേവ് ഫംഗ്ഷൻ F of Z, T നമുക്ക് വെർട്ടിക്കൽ ആണെന്നോ ഹൊറിസോണ്ടൽ ആണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ് ട്രാൻസ്വേഴ്സ് ആണ്. കാരണം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന Z ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ വൈബ്രേഷൻ കൺഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദിസ് ഇസ് A കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് A e raised to I kz minus omega t n cap. ഇവിടെ മൂന്നിലും ഈ ഡയറക്ഷൻ ഒഴികെ ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ FV, FH, F എന്നുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ ഇത് മൂന്നും സെയിം ആണ്. X ക്യാപ്പ്, Y ക്യാപ്പ്, N ക്യാപ്പ്, ഇതാണ് ഇതിൽ വരുന്ന വ്യത്യാസം അല്ലെ. X ക്യാപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പോളറൈസേഷൻ്റെ എക്സ്പ്രഷനാണ്. അത് നമ്മൾ സെഡിൽ പ്രൊപ്പഗേഷനും എക്സ് മുകളിലേക്കും Y ഇങ്ങനെയും കാണിക്കുമ്പോഴാണ്. നമുക്കിത് മാറ്റി വരയ്ക്കുന്നതിനനുസരിച്ച് ഈ എക്സ്പ്രഷനും അതിനനുസരിച്ച് നമ്മൾ മാറ്റാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മുകളിലേക്ക് താഴത്തേക്കും ആണെങ്കിൽ അതാണ് വെർട്ടിക്കൽ പോളറൈസേഷൻ. ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് വരുന്നത് എന്താണോ അത് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഏതാണ് ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ അതിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ കാണിക്കണം എന്നുള്ളൂ. ദാറ്റ് ഇസ് ഹൊറിസോണ്ടൽ. ജനറലി ഇത് രണ്ടിനും ജനറൽ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് F e raised to I kz minus omega t n cap. ഹിയർ n ക്യാപ്പിന് നമ്മൾ പറയുന്ന പേരാണ് പോളറൈസേഷൻ വെക്ടർ. n ക്യാപ്പ് ഈസ് ദി പോളറൈസേഷൻ വെക്ടർ വിച്ച് ഡിഫൈൻസ് ദ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. ഏത് പ്ലെയിനിലാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഈ പോളറൈസേഷൻ വെക്ടറാണ്. ഓക്കെ. ഇനി നമുക്കറിയാം പോളറൈസേഷൻ സംഭവിക്കണമെങ്കിൽ എന്താണ്, ആ വേവ് എന്ത് വേവ് ആയിരിക്കും, ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും അല്ലേ. ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ Z ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിർബന്ധമായിട്ടും ഇതിലുള്ള ഈ വൈബ്രേഷൻ. നമ്മൾ ഈ ആരോ മാർക്കായിട്ട് കാണിക്കുന്നതാണ് വൈബ്രേഷൻ അല്ലേ. അത് Z ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് n ക്യാപ്പ് ഡോട്ട് Z ക്യാപ്പ് എന്ന് പറയുന്നത് സുഖമായിരിക്കും. ദാറ്റ് ഈസ് A ഡോട്ട് B ഈസ് ഈക്വൽ ടു AB cos θ ആണ്. ഇവിടെ എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണെങ്കിൽ AB cos 90 എന്ന് വരും. cos 90യുടെ വാല്യൂ 0 ആണ് അല്ലേ. അപ്പോൾ n ക്യാപ്പ് ഡോട്ട് Z ക്യാപ്പ് ഈസ് ഈക്വൽ ടു NZ
cos 90 ആണ് വരിക. cos 90യുടെ വാല്യൂ 0 ആയതുകൊണ്ട് this goes to 0. ഓക്കെ. ഇൻ ടേംസ് ഓഫ് പോളറൈസേഷൻ ആംഗിൾ, ഈ പോളറൈസേഷൻ ആംഗിളിൻ്റെ ടേമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ തീറ്റയുടെ ടേമിൽ നമ്മൾ ഈ എൻ ക്യാപ്പിനെ നമ്മൾ റിസോൾവ് ചെയ്യാം. എൻ ക്യാപ്പ് ക്യാൻ ബി റിസോൾവ് ഇൻ ടു 2 കമ്പോണൻസ്, 1 into x and 1 into y അല്ലേ. അപ്പോൾ എൻ ക്യാപ്പ് ഇസ് ഈക്വൽ ടു cos theta. If theta is the angle between the polarization vector and x direction, x ഉം പോളറൈസേഷൻ വെക്ടർ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ എക്സ് കമ്പോണൻറ്റ് എക്സ് ഡയറക്ഷനിലുള്ള എൻ ക്യാപ്പിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കോസ് തീറ്റ എന്നുള്ളതാണ് വരിക. കോസ് തീറ്റ അഡ്ജസ്റ്റൻ സൈഡാണ് വരുന്നത്, അപ്പോൾ കോസ് തീറ്റ വരും. കോസ് തീറ്റ എക്സ് ക്യാപ്പ്. വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് വൈ സൈൻ തീറ്റ വൈ ക്യാപ്പായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ എൻ ക്യാപ്പ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എക്സ് ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ വൈ ക്യാപ്പ്. നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിൽ ഇക്വേഷൻ നമ്പർ 936 നമ്മൾ എൻ ക്യാപ്പിന് ഈ റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ what will be the function? f of z comma t is equal to a e raised to I k z minus omega t n cap ന് പകരം cos theta x cap plus sin theta y cap. So this is cos theta x cap എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. a cos theta e raised to I k z minus omega t into x cap, അതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, പ്ലസ് a e raised to I k z minus omega t into sin theta y cap. This. So this is the expression for a superposition of two waves. One is horizontally polarized and other is vertically polarized. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, a cos theta അല്ലെ a e raised to I k z minus omega t into x cap എന്ന് പറഞ്ഞാൽ എന്താണ്? That is f v of z t അല്ലെ. a e raised to I k z minus omega t x cap എന്ന് പറഞ്ഞാൽ f v of z t ആണ്. That is you can say that f v of z t ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ. അതേപോലെ ഈ രണ്ടാമത്തെ ടേം നോക്കുക, വൈ ക്യാപ്പ് വരുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് അല്ലേ. അപ്പോൾ എഫ് എച്ച് ഓഫ് സൈൻ തീറ്റ എന്ന് നമുക്ക് ഈ ടേമിന് പകരം എഴുതാവുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 39 ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ ഇ റേസ് ടു ഐ കെ സെഡ് ഒമേഗ ടി മൈനസ് എക്സ് ക്യാപ്പ് പ്ലസ് എ സൈൻ തീറ്റ ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി വൈ ക്യാപ്പ്. ഇത് രണ്ടിനും നമുക്ക് ഒന്ന് വെർട്ടിക്കലിൻ്റെ ടേമാണ്, ഒന്ന് ഹൊറിസോണ്ടലിൻ്റെ ടേമാണ് പോളറൈസേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ജനറൽ എക്സ്പ്രഷൻ ഈസ് ദി സൂപ്പർ പൊസിഷൻ ഓഫ് ഹൊറിസോണ്ടലി പോളറൈസ്ഡ് ആൻഡ് വെർട്ടിക്കലി പോളറൈസ്ഡ് വേവ്സ്. രണ്ട് പോളറൈസേഷനിലുള്ള വേവ്സിൻ്റെ സൂപ്പർ പൊസിഷനാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് പോളറൈസേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പോളറൈസേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ പോളറൈസേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ എന്താണ്, കൺഫൈനിങ് ദ വൈബ്രേഷൻ ടു വൺ ഡയറക്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിൽ ആ സമയത്ത് ഈ ഡെഫിനേഷൻ കുറച്ചുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് പറയുക. അതിൽ പറയുമ്പോൾ അതിനാദ്യം നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഒരു യൂണിഫോം പ്ലെയിൻ വേവ് ആണ്. അപ്പോൾ യൂണിഫോം പ്ലെയിൻ വേവ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. നമ്മൾ എക്സാമ്പിൾ ട്രാൻസ്വേഴ്സ് വേവ്സ് പഠിച്ച സമയത്ത് അതിൻ്റെ എക്സാമ്പിളായിട്ട് പഠിച്ചു. പിന്നെ നമ്മൾ വേവിൻ്റെ കേൾഡത്തെ എക്സ്പ്രഷനിലൊക്കെ നമുക്കത് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ യൂണിഫോം പ്ലെയിൻ വേവ് നമ്മൾ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണ്. ഇലക്ട്രിക് നമ്മുടെ എഴുതിയ ശ്രദ്ധിക്കുക, ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ഹാസ് ഓൺലി ട്രാൻസ്വേഴ്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇവിടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിട്ടുള്ള വരുന്ന വേവ്സ് ആണ് യൂണിഫോം പ്ലെയിൻ വേവ്സ്. അത് ഫോർ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് ഓട്ടോമാറ്റിക്കലി നമുക്കത് ഫിക്സ്ഡ് ആയിട്ട് മാറും. ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സെയിം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള വേവ്സ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അങ്ങനെയുള്ള വേവ്സ് ആണ് എന്ത് യൂണിഫോം പ്ലെയിൻ വേവ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള യൂണിഫോം പ്ലെയിൻ വേവിൻ്റെ കണ്ടീഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളറൈസേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കണ്ടീഷനിലെ പോളറൈസേഷൻ പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൺഫൈൻ ചെയ്യുക ഇൻ ടു സിംഗിൾ ഡയറക്ഷൻ. എന്തിനെ, ആ മെറ്റീരിയലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ വൈബ്രേഷനെ ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് കൺഫൈൻ ചെയ്യുകയാണ് പോളറൈസേഷൻ നമ്മൾ പഠിച്ചു അല്ലേ.
ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കണ്ടീഷനിൽ പറഞ്ഞാൽ വെക്റ്റർ നേച്ചർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ് ഇലക്ട്രിക് പോളറൈസേഷനിൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പോളറൈസേഷനിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ശ്രദ്ധിക്കാൻ നമുക്കറിയാം, പോളറൈസേഷൻ ഓഫ് യൂണിഫോം പ്ലെയിൻ വേവ് റെഫേഴ്സ് ടു ടൈം വേരിയിങ് ബിഹേവിയർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ടൈമിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു, അത് ഏത് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണോ, അത് ഏതെങ്കിലും ഒരു സെർട്ടൺ കോണിക് ഷേപ്പിനെ ട്രേസ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ടിപ്പിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് പറയുന്നത്, അതിൻ്റെ പോളറൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പോളറൈസേഷൻ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റെഫേഴ്സ് ടു ദ ടൈം വേരിയിങ് ബിഹേവിയർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ടൈം വേരിയിങ് ബിഹേവിയർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ പോളറൈസേഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. പോളറൈസേഷൻസ് ജസ്റ്റ് പറയാണ്, ലീനിയർ പോളറൈസേഷൻ, സർക്കുലർ പോളറൈസേഷൻ, എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. ഇത് മൂന്നും പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെയാണ് പോളറൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ലീനിയർ പോളറൈസേഷൻ്റെ ഡെഫിനേഷനായിട്ട് ഇവിടെ എഴുതി നോക്കുക. ലീനിയർ പോളറൈസേഷൻ ഇവർ ഒരു പ്ലെയിൻ പോളറൈസേഷൻ എന്നുള്ള വാക്ക് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ ഒരു ഗിവൺ പ്ലെയിനിലേക്ക്, ഒരു സെർട്ടൺ പ്ലെയിനിലേക്ക്, ഒന്നുകിൽ XY പ്ലെയിൻ അല്ലെങ്കിൽ XZ പ്ലെയിൻ അല്ലെങ്കിൽ YZ പ്ലെയിൻ, അങ്ങനെ ഏതെങ്കിലും ഒരു സെർട്ടൺ പ്ലെയിനിലേക്ക് കൺഫൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ സച്ച് പോളറൈസേഷൻ ഈസ് നോൺ ആസ് ലീനിയർ പോളറൈസേഷൻ. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ നമ്മൾ ഓർ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എന്ന് പറയാനുള്ള കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേവ് ഒരു ട്രാൻസ്വേഴ്സ് വേവാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രത്യേകത തന്നെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒരു ഡയറക്ഷൻ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊപ്പഗേഷൻ ഡയറക്ഷനും മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ ഒരു സെർട്ടൺ പ്ലെയിനിലേക്ക്, ഒരു ഗിവൺ പ്ലെയിനിലേക്ക് അതിൻ്റെ ഡയറക്ഷൻ കൺഫൈൻ ചെയ്യുകയാണെങ്കിൽ സച്ച് പോളറൈസേഷൻ ഈസ് നോൺ ആസ് എ ലീനിയർ പോളറൈസേഷൻ. ഓക്കെ, ഇപ്പോൾ സർക്കുലർ പോളറൈസേഷൻ അടുത്ത വെറൈറ്റി ആയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള സർക്കുലർ പോളറൈസേഷൻ ആണ്. സർക്കുലർ പോളറൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും സെയിം ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും സെയിം ആണ്. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും ആൻഡ് റൊട്ടേറ്റ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് റേറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ എന്ത് ചെയ്യും, ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അത് ട്രേസ് ചെയ്യുന്ന പാത്ത്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ നമ്മൾ വെക്ടറിനെ കാണിക്കുമ്പോൾ അറ്റത്ത് നമ്മളൊരു ആരോ മാർക്ക് ഇടും, അതാണ് നമ്മുടെ എൻഡ് എന്ന് വിചാരിക്കും അല്ലേ. ആ എൻഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഒരു സെർട്ടൺ ടൈം, ഒരു കംപ്ലീറ്റ് സൈക്കിൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ടിപ്പ് മൂവ് ചെയ്ത് ആ ടിപ്പ് മൂവ് ചെയ്ത പാത്ത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സർക്കിൾ. അതുകൊണ്ടാണ് ഈ പോളറൈസേഷൻ എന്ത് പേര് പറഞ്ഞത്, സർക്കുലർ പോളറൈസേഷൻ എന്ന് പറയുന്നത്. സർക്കുലർ പോളറൈസേഷൻ ആണെങ്കിൽ അവിടെ പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഈ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫേസ് കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വേവ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ടിപ്പ് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് അതൊരു സർക്കുലർ പാത്ത് മൂവ് ചെയ്തൊരു സെർട്ടൺ ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു സർക്കിൾ അത് ട്രേസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ സർക്കുലർ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എലിപ്റ്റിക്കൽ പോളറൈസേഷൻ്റെ കാര്യം പറഞ്ഞാലോ. എലിപ്റ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ സർക്കുലർ പോളറൈസേഷനിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് കണ്ടീഷൻ. പക്ഷേ ഇവിടെ അത് ട്രേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ടിപ്പ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടിപ്പ് മൂവ് ചെയ്യുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ ടിപ്പ് മൂവ് ചെയ്ത പാത്ത് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഷേപ്പ് ഓഫ് എലിപ്സ്. എലിപ്സിൻ്റെ ഷേപ്പാണ് നമുക്ക് കിട്ടുക. അപ്പം അതുകൊണ്ടാണ് അതിനെ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇത് 3 ടൈപ്പ് ഓഫ് പോളറൈസേഷൻ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. തൽക്കാലം നമുക്കത് മതി. ഇതിൻ്റെ ഫിഗർ, നമ്മൾ ആ ഫിഗറും അതിൻ്റെ എക്സ്പ്രഷനും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനുമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പോളറൈസേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോളറൈസേഷൻ ഓഫ് യൂണിഫോം പ്ലെയിൻ വേവ് റെഫേഴ്സ് ടു ദ ടൈം വേരിയിങ് ബിഹേവിയർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറഞ്ഞു.
ലീനിയർ പോളറൈസേഷൻ അവിടെ പറഞ്ഞ് ശ്രദ്ധിക്കുക. A wave is said to be linearly polarized if its electric field vector E is always in one direction. ഒരൊറ്റ ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ നിൽക്കുന്നതെങ്കിൽ യു ക്യാൻ സേ ദിസ് ഇസ് എ ലീനിയർലി പോളറൈസ്ഡ് വേവ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം Z ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വേവ് സെഡിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വേണമെങ്കിൽ എക്സിലാവാം അല്ലെങ്കിൽ വൈയിലാവാം അല്ലെങ്കിൽ ഇതിന് സെഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എനി ഡയറക്ഷൻ, അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. എനി ഡയറക്ഷൻ ആയിട്ടുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ വെക്ടറായിട്ട് കാണിച്ചിട്ടുള്ളത്. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് എന്ത്, വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ നമ്മൾ ഈ റിസൾട്ടൻ്റ് ആയിട്ട് വരച്ച വെക്ടർ നമുക്ക് രണ്ട് കമ്പോണൻറ്റിൻ്റെ റിസൾട്ട് അല്ലേ അത്. എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും റിസൾട്ടൻ്റ് ആണ് ഇവിടെ ഈ ആയിട്ട് കാണിച്ചിട്ടുള്ളത് അല്ലേ. സപ്പോസ് വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഇത് എവിടേക്ക് കോയിൻസൈഡ് ചെയ്യും, എക്സ് ആക്സിസിൽ കോയിൻസൈഡ് ചെയ്യും. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സ് ഡയറക്ഷനിൽ ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡിലായിരിക്കും ഇതിൻ്റെ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ ഉണ്ടാവുക. EX മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മറിച്ച് EX ഇല്ല, EX എന്ന് പറയുന്ന കമ്പോണൻറ്റ് 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും, ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വൈ ഡയറക്ഷൻ ആയിട്ട് കോയിൻസൈഡ് ചെയ്യും അല്ലേ. ഇപ്പോൾ EY മാത്രമായിട്ട് ഇങ്ങനെ മാത്രം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻറ്റ് വെക്ടറായിട്ടാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് E. ഇതും ഒരു കോൺസ്റ്റൻറ്റ് ഡയറക്ഷനാണ്, ഇത് മാറില്ല, ഈ വാല്യൂ ഒന്നും മാറില്ല, ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ റിസൾട്ടൻറ്റ് വെക്ടർ E എന്ന് പറയുന്ന വെക്ടർ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഡയറക്ഷനിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെയും വൈ ഡയറക്ഷനിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെയും സമ്മായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഫ്രം ദ ടാൻ തീറ്റ ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ്, ദാറ്റ് ഈസ് CY by EX ആണ്. ഫ്രം ദാറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് CY by EX എന്നത്. നമുക്ക് ഏത് ആംഗിളാണ് അത് ട്രേസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ EX-ൻ്റെയും EY-യുടെയും വാല്യൂ നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ എലിപ്റ്റിക്കൽ പോളറൈസേഷനും സർക്കുലർ പോളറൈസേഷൻ്റെയും കാര്യം. ഇവിടെയും EX-ഉം EY-യും തമ്മിൽ π/2 റേഡിയൻസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ Z. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ EX-ന് ഈ മാക്സിമം വാല്യൂ എത്തുന്ന സമയത്ത് EY മിനിമം ആയിരിക്കും. അപ്പോൾ EY മാക്സിമം എത്തുമ്പോൾ EX എന്തായിരിക്കും, മിനിമം ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ടല്ല അതിൻ്റെ മാക്സിമം വാല്യൂസിൽ എത്തുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇത് മേ ബി ബോത്ത് ആർ, രണ്ടും ഒരേ സമയത്ത് EX-ന് ഒരു വാല്യൂ EY-ക്ക് ഈ വാല്യൂ ഉണ്ടാവാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, EX മാക്സിമം ആകുമ്പോൾ EY 0 എന്നുള്ള പോലെ നിൽക്കും, അതേപോലെ EY മാക്സിമം ആകുമ്പോൾ EX 0 എന്ന പോലെ ഒന്നുമില്ല. ദാറ്റ് മീൻസ് ടൈമിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂവിന് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയതുണ്ടോ, തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് ടി, ദാറ്റ് ഈസ് ഈ ആംഗിള്. ഇവിടെ EX മാക്സിമം ആകുമ്പോൾ ഇത് ഇവിടേക്കാണ് വന്ന് നിൽക്കുന്നത് T ഈക്വൽ ടു 0. പിന്നെ ടിയുടെ വാല്യൂ കൂടുന്തോറും എന്ത് ചെയ്യും, ഇതിങ്ങനെ കുറഞ്ഞു വരും, EY കൂടി വരും. ഫസ്റ്റ് കണ്ടീഷനിൽ EX മാക്സിമം EY 0. ഓക്കെ, പിന്നെ ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ EX കുറഞ്ഞു വരും, EY കൂടി വരും. അപ്പോൾ അതിനനുസരിച്ച് ഇതിങ്ങനെ പാത്ത് ട്രേസ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടറുകൾ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ പാത്ത് ഇങ്ങനെ ട്രേസ് ചെയ്യാൻ തുടങ്ങും. അറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് എന്തായി, EX 0 ആയി, EY മാക്സിമം ആയി, ഇവിടെ എത്തി. പിന്നെ അതിങ്ങനെ പോയി നമ്മൾ എന്ത് ചെയ്യും, ഒരു സർക്കുലർ പാത്ത് ട്രേസ് ചെയ്തുകൊണ്ടേയിരിക്കും. സർക്കുലർ അല്ല, ഇങ്ങനെ ഒരു പാത്ത് ട്രേസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ EX-ൻ്റെ മാഗ്നിറ്റ്യൂഡും EY-യുടെ മാഗ്നിറ്റ്യൂഡും രണ്ടും ഡിഫറൻ്റ് ആണ്. സോ EX-ൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് EX ഇസ് നോട്ട് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് EY. അങ്ങനെ വന്നാലാണ് ഇവിടെ എന്താ പറയുക, ഈ ലെങ്ത് അല്ല ഈ ലെങ്ത്, നിങ്ങൾ വരച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഈ ലെങ്ത് അല്ല ഈ ലെങ്ത് അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ രണ്ട് ഇതായിട്ട് നമ്മൾ എലിപ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുക. EX² + EY² / B² is equal to 1. നമ്മൾ എലിപ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, X² / A² + Y² / B² is equal to 1 അല്ലേ. അതേ ഫോർമാറ്റിലാണ് ഇവിടെ വരുന്നത്. EX² / A², അതിൻ്റെ മാക്സിമം വാല്യൂ, പ്ലസ് EY² / B² എന്ന് പറയുന്നത് EY-യുടെ മാക്സിമം വാല്യൂ, B is the maximum value of EY. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് വരും. ഓക്കെ, ദാറ്റ് മീൻസ് ഇതൊരു എലിപ്സിൻ്റെ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കി, എന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പാത്ത് ട്രേസ് ചെയ്തപ്പോൾ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കിട്ടി. അതെന്നൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പോളറൈസേഷൻ എന്ത് പേര് കൊടുത്തത്, എലിപ്റ്റിക്കൽ പോളറൈസേഷൻ നമുക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചത് എന്താണ്, ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ടിപ്പ് ട്രേസ് ചെയ്തത് ഒരു പാത്ത് ട്രേസ് ചെയ്തു, ആ പാത്തിൻ്റെ ഷേപ്പ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളറൈസേഷനാണ് നമ്മൾ വിളിച്ചത് അല്ലേ. ഇതൊരു എലിപ്സ് ആയതുകൊണ്ട് നമ്മൾ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ വിളിച്ചു. ഇതൊരു ഹൈപ്പർബോളയാണ് ട്രേസ് ചെയ്യുന്നതെങ്കിൽ ഹൈപ്പർബോളിക് പോളറൈസേഷൻ ആവാം. ഓക്കെ, അപ്പോൾ അത് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ്റെ കണ്ടീഷൻ. ഇനി സർക്കുലർലി പോളറൈസ്ഡ് വേവ്സ് അല്ലെങ്കിൽ സർക്കുലർ പോളറൈസേഷൻ, അത് കുറച്ചുകൂടി സിമ്പിളാണ്. എലിപ്റ്റിക്കൽ പോളറൈസേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സർക്കുലർ പോളറൈസേഷൻ പഠിക്കാൻ ഒരു പ്രശ്നമില്ല. ഇവിടെ വരുന്ന വ്യത്യാസം അത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ
EX maximum ആകുമ്പോൾ EY 0 ആയിരിക്കും, EY maximum ആകുമ്പോൾ EX 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ബോത്ത് ഹാവ് ദ മാക്സിമം വാല്യൂസ് അറ്റ് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം. ഓരോ ഇൻസ്റ്റൻറ്റിലും ഇതിന് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് ഉണ്ടാവുക. അതിൻ്റെ മാക്സിമം വാല്യൂ എത്തുന്നത് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻറ്റിലാണ്. ഇവിടെ നേരത്തെ പോലെ തന്നെ ഇവിടെയും തീറ്റ ഓഫ് ടി തന്നെയാണ് വരിക. അതൊന്നും ഇവിടെ നമ്മൾ കാണിച്ചിട്ടില്ല എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ ഓഫ് EX നമ്മളിവിടെ എടുത്ത ഇലക്ട്രിക്കൽ പോളറൈസേഷൻ ആണെങ്കിൽ കൊടുത്തില്ല A is equal to E maximum എന്ന് പറഞ്ഞിട്ടില്ലേ. മാക്സിമം വാല്യൂ ഓഫ് EX എന്ന് പറയുന്നത് A ആണ്, മാക്സിമം വാല്യൂ ഓഫ് EY എന്ന് പറയുന്നത് B ആണ് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക്കൽ പോളറൈസേഷൻ, ആൻഡ് ബോത്ത് ആർ ഡിഫറെൻറ്റ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് സർക്കുലർ പോളറൈസേഷൻ EX maximum ഈസ് ഈക്വൽ ടു EY maximum ആണ് വരിക. ഈ ഡയറക്ഷനിലെ മാക്സിമം വാല്യൂ എത്രയാണോ അതേ വാല്യൂ തന്നെയാണ് ഈ ഡയറക്ഷനിൽ നമുക്ക് കിട്ടുക. EY 0 ആകുമ്പോൾ ഇതാണ് മാക്സിമം അല്ലേ, EX 0 ആകുമ്പോൾ Y ഡയറക്ഷനിലുള്ളതാണ് അതിൻ്റെ വാല്യൂ, അതാണ് മാക്സിമം ആയിട്ട് വരിക. ആ സർക്കിൾ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അതാണ് മാക്സിമം ആയിട്ട് വരിക അല്ലേ. സോ ഈ പാത്ത് നമ്മളിപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ EX maximum EY maximum ഈക്വൽ ആയി കഴിഞ്ഞാൽ B സ്ക്വയറിന് പകരം നമുക്ക് എന്തെങ്കിലും എഴുതാം, A സ്ക്വയർ എന്ന് തന്നെ എഴുതാം. EX സ്ക്വയർ ബൈ A സ്ക്വയർ പ്ലസ് EY സ്ക്വയർ ബൈ A സ്ക്വയർ നോക്കാം അല്ലേ. ദാറ്റ് മീൻസ് EX സ്ക്വയർ പ്ലസ് EY സ്ക്വയർ ഈസ് ഈക്വൽ ടു A സ്ക്വയർ. A സ്ക്വയറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഈസ് ഈക്വൽ ടു A സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ഈസ് ഈക്വൽ ടു R സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്ത്, ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ അല്ലേ. അതേ ഫോർമാറ്റിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. EX സ്ക്വയർ പ്ലസ് EY സ്ക്വയർ ഈസ് ഈക്വൽ ടു A സ്ക്വയർ. ഇവിടെ Aക്ക് പകരം ഇതിൻ്റെ റേഡിയസ് അവർ E ആയിട്ട് എടുത്തു. മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ ഇവിടേക്ക് ഈ വെക്ടറാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ അത് തന്നെയാണ് വരിക. മാഗ്നിറ്റ്യൂഡ് എല്ലായിടത്തും സെയിം ആവും, നല്ല സർക്കിൾ കിട്ടുള്ളൂ. നമ്മളെപ്പോഴും സർക്കിൾ വരയ്ക്കുമ്പോൾ റേഡിയസ് എപ്പോഴും സെയിം ആവും. അപ്പോൾ ഇത് ഈ വെക്ടറാണ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഡിയസ്, അത് തന്നെയാണ് ഇവിടെയും വരിക, അത് തന്നെയാണ് ഇവിടെയും വരിക, അത് തന്നെയാണ് ഇവിടെയും വരിക അല്ലേ. അപ്പോൾ EX സ്ക്വയർ പ്ലസ് EY സ്ക്വയർ ഈക്വൽ ടു A സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിന് പകരം ഇവിടെ ഈ വെക്ടറിനെ കാണിച്ചിട്ടുള്ളൂ, A എന്നും B എന്നും പ്രത്യേകം പറയാത്തതുകൊണ്ട് തന്നെ EX സ്ക്വയർ പ്ലസ് EY സ്ക്വയർ ഈക്വൽ ടു E സ്ക്വയർ എന്ന് എഴുതിയാലും ശരിയാണ്. സോ ദാറ്റ് ഈസ് ദി സർക്കുലർ പോളറൈസേഷൻ. അപ്പോൾ 3 ടൈപ്പ് പോളറൈസേഷൻ നമ്മൾ പറഞ്ഞു: ലീനിയർ പോളറൈസേഷൻ, സർക്കുലർ പോളറൈസേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ പോളറൈസേഷൻ ബേസ്ഡ് അപ്പോൺ ദ കേസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വെക്ടേഴ്സ്. അതിൻ്റെ ഒരു വേവിൻ്റെ ഇതാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇത് Z ഡയറക്ഷൻ അല്ലേ. ഈ Z ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് XY പ്ലെയിനിൽ, ഒറ്റ പ്ലെയിനിലാണ്, XY പ്ലെയിനിൽ വരുന്ന വേവാണ് ഇത്. നമ്മൾ വേരി ചെയ്യുന്നില്ല അല്ലേ. ഇനി സർക്കുലർ പോളറൈസേഷൻ്റെ കണ്ടീഷൻ നോക്കി നോക്കും. ഇവിടെ കണ്ടോ, ഇവിടെ ഇത് ട്രേസ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നോക്കി നമ്മളത് ട്രേസ് ചെയ്യുന്ന പാത്ത് നമുക്ക് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു സർക്കിളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ പാത്ത് നമ്മൾ ട്രേസ് ചെയ്ത് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സർക്കിൾ. അതുകൊണ്ടാണ് സർക്കുലർ പോളറൈസേഷനായിട്ട് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷനിൽ ഇത് ട്രേസ് ചെയ്ത സമയത്ത് കിട്ടുന്നത് ഒരു എലിപ്സാണ്, എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. ഇത് മൂന്നുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് 2 ടൈപ്പ് ഓഫ് വേവ്സ്, പോളറൈസേഷൻ. ഇൻ ദ കേസ് ഓഫ് ജനറൽ വേവിൻ്റെ കണ്ടീഷനിൽ നമ്മൾ പോളറൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. അവിടെ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്താണെന്നും വെർട്ടിക്കൽ പോളറൈസേഷൻ എന്താണെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പ്ലെയിൻ വേവ്സ്, യൂണിഫോം പ്ലെയിൻ വേവ് എന്താണെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കണ്ടീഷനിൽ പോളറൈസേഷൻ അവർ കൊടുത്തൊരു മാറ്റം, ചെറിയൊരു മാറ്റം നമ്മൾ പറഞ്ഞു. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ പോളറൈസേഷൻ എന്ന് പറയുന്നത് ടൈം വേരിയിങ് ബിഹേവിയർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ട് നമ്മൾ 3 ടൈപ്പ് ഓഫ് പോളറൈസേഷനാണ് കാര്യമായിട്ട് പറഞ്ഞത്. ഒന്ന് ലീനിയർ പോളറൈസേഷൻ, സർക്കുലർ പോളറൈസേഷൻ ആൻഡ് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.